ചേലക്കരയ്ക്ക് എന്നും ചേലേക്ക് നിറം ഫാബ്. പുതുപുത്തൻ വസ്ത്രങ്ങളുടെ അതിവിശാലമായ കളക്ഷൻസുമായി പുതുമയുള്ള ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കുന്നു. മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ വർണ്ണ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു. നിറം ഫാബ്, മേപ്പാടം, ചേലക്കര. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിൽ 2025-26 വർഷത്തെ ബഡ്ജറ്റ് അവതരണം നടന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി ബഡ്ജറ്റ് അവതരിപ്പിച്ചു. പശ്ചാത്തല മേഖലയ്ക്കും സേവന മേഖലയ്ക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. സർക്കാരിൻ്റെ 4 മിഷനുകളായ ആർദ്രം, ലൈഫ്, പൊതുവിദ്യാഭ്യാസ സംരക്ഷണം, ഹരിത കേരളം എന്നിവയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന രീതിയിലാണ് ഓരോ മേഖലകൾക്കും തുക വകയിരുത്തിയിട്ടുള്ളത്. ചുരുങ്ങിയതെങ്കിലും ഗ്രാമപഞ്ചായത്തിൽ ലഭ്യമാകുന്ന പരമാവധി സ്രോതസ്സുകളിൽ നിന്നും വിഭവ സമാഹരണം നടത്തിയിട്ടുണ്ട്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിൽ അംഗീകാരം ലഭിച്ച ആക്ഷനുകൾ പ്രകാരമുള്ള ധാരാളം പ്രവർത്തനം നമ്മൾ നടപ്പിലാക്കി. കൂടാതെ തനത് വരുമാന നികുതി കേന്ദ്ര പരിധിയിലുള്ള വരുമാന നഷ്ടം കണ്ടെത്തുന്നുണ്ട്. വരുമാന വർധനവും അടുത്ത സാമ്പത്തിക വർഷം പ്രതീക്ഷിച്ചു. കേരള സംസ്ഥാനത്തിൻ്റെ രൂപീകരണം മുതൽ വെള്ളാറംകുന്നിലെ പൊന്മുളം കാറ്റിലൂടെ തഴുകി വീഴുന്ന കാറ്റ്, ആ കാറ്റിൽ കേരളത്തിൽ രൂപപ്പെട്ട ഒരാശയം, ആ ആശയം വളർത്തിയെടുത്ത പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിൻ്റെ വേരൂന്നിയുള്ള പ്രവർത്തനം കേരളം എന്ന രാജ്യത്ത്, കേരളം എന്ന സംസ്ഥാനത്ത്, ഇന്ത്യ മഹാരാജ്യത്ത് വേറിട്ടുള്ള രീതിയിലുള്ള, അതല്ലെങ്കിൽ ഇന്ത്യക്ക് തന്നെ മാതൃകയായ, ലോകത്തിന് തന്നെ മാതൃകയായ ഒരു സംസ്ഥാനമായി മാറാൻ സാധിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ നീതി ആയോഗിൻ്റെ കണക്കുകൾ പ്രകാരം സമസ്ത മേഖലയിലും രാജ്യത്തിന് മാതൃകയായി വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു വികസന മാതൃക കേരളം കൈവരിച്ചിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ വെള്ളാറംകുന്നിലെ കാറ്റ് കൊണ്ടുവന്നതാണ്. കേരളത്തിലെ സമസ്ത മേഖലയിലുമുള്ള ജനവിഭാഗങ്ങൾ, അവശ്യ ജനവിഭാഗങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായി, ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിക്കൊണ്ട് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിൽ 2025-26 വർഷത്തെ ബഡ്ജറ്റ് അവതരണം നടന്നു. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ നിലവിലുള്ള ഭരണസമിതി ചുമതലയേറ്റതിനു ശേഷമുള്ള 5ാമത്തെ ബഡ്ജറ്റാണിത്. ബാലസൌഹൃദം, ശുചിത്വം, ഉൽപാദന മേഖല, ഭവന നിർമ്മാണ മേഖല, കുടിവെള്ളം, കൃഷി എന്നീ മേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് സർക്കാരിന്റെ 4 മിഷനുകളായ ആർദ്രം, ലൈഫ്, പൊതുവിദ്യാഭ്യാസ സംരക്ഷണം, ഹരിത കേരളം എന്നിവയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന രീതിയിലാണ് ഓരോ മേഖലകൾക്കും തുക വകയിരുത്തിയിട്ടുള്ളത്. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ മയക്കുമരുന്നിന്റെയും കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമത്തിന്റെയും പോരാട്ടം ശക്തിപ്പെടുത്തി പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിന്റെ ബാലസൗഹൃദ പഞ്ചായത്താക്കി മാറ്റുന്ന പദ്ധതിക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള ബഡ്ജറ്റാണ് ലക്ഷ്യമിടുന്നത്. അതിനാവശ്യമായ 9 പദ്ധതികളാണ് നടപ്പാക്കുന്നത്. ആരോഗ്യവും വിദ്യാഭ്യാസമുള്ള കുട്ടികളെ വളർത്തിയെടുക്കുന്നതിനും പ്രകൃതി സംരക്ഷണം, മാലിന്യ സംസ്കരണം, ഓരോ ബാലസൌഹൃദത്തിനായി അംഗൻവാടികൾ, പോഷകാഹാര വിതരണം എന്നിവയ്ക്കായി 50 ലക്ഷം രൂപയാണ് നീക്കിയിരിപ്പ്. ശുചിത്വം, മാലിന്യ സംസ്കരണം എന്നിവയ്ക്കായി 93 ലക്ഷവും, പാർപ്പിട മേഖലയ്ക്കായി 2 കോടി രൂപയും, കുടിവെള്ളം 90 ലക്ഷം രൂപയും, കാർഷിക മേഖലയ്ക്കായി 70,10,000 രൂപയും ബഡ്ജറ്റിൽ അനുവദിച്ചു. ആകെ വരവ് പ്രതീക്ഷിക്കുന്നത് 31,48,91,100 രൂപയാണ്. 2024-25 വർഷത്തെ പ്രതീക്ഷിത നീക്കിയിരിപ്പ് 20,10,220 രൂപയുടെ മിച്ച ബഡ്ജറ്റാണ് അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ, ക്ഷേമകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ, വികസനകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ, സെക്രട്ടറി ഷരീഫ്, അസിസ്റ്റന്റ് സെക്രട്ടറി ഖാലിദ്, അക്കൌണ്ടന്റ് ബിജുമോൾ, മെമ്പർമാരായ സതീശൻ, ശ്രീജ,
KV പ്രകാശൻ, സന്ദീപ് കോന്നനാത്ത്, അശ്വതി സജു, ഉഷ, രാധാകൃഷ്ണൻ, ലതാ ഭാസ്കരൻ, രാജശ്രീ, രാമദാസ് കാരാത്ത് എന്നിവർ പങ്കെടുത്തു. 2025-26 വർഷത്തിലത്തെ ബഡ്ജറ്റിന്റെ അവതരണമാണെന്ന് നടന്നത്. നമ്മളുടെ വികസനം എന്ന് പറയുന്നത് നമ്മൾ മെമ്പർമാരോ പഞ്ചായത്ത് ഭരണസമിതിയോ കൊട്ടിഘോഷിക്കുമ്പോഴല്ല അത് വികസനമായി മാറുന്നത്. അത് ജനങ്ങളുടെ കണ്ണിലൂടെ തന്നെ നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. അതിനടിസ്ഥാനമായി വേണ്ടത് വെള്ളം, വെളിച്ചം, നല്ല ഗതാഗത സൗകര്യം എന്ന കാര്യങ്ങളാണ്. അതിന് തീർച്ചയായും മുൻഗണന കൊടുത്തിട്ടുണ്ടാവും എന്ന പ്രതീക്ഷയുണ്ട്. കൂടുതൽ വിവരങ്ങൾ നോക്കുന്നേയുള്ളൂ. എത്ര രൂപ, എത്ര ഫണ്ട് വെച്ചു എന്നുള്ളതിനെ കുറിച്ചെല്ലാം വിശദമായി പഠിച്ചതിന് ശേഷം തന്നെ അടുത്ത അംഗീകാരത്തിൽ അതിനെക്കുറിച്ച് അംഗീകരിക്കുന്നതാണ്. പിന്നെ ബഡ്ജറ്റിന്റെ അവതരണം വളരെ നല്ല രീതിയിൽ തന്നെ നടന്നു എന്ന് വിശ്വസിക്കുന്നു. ക്ഷേമകാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു എന്ന് കരുതിക്കൊണ്ട് തന്നെ അടുത്ത കമ്മിറ്റിയിൽ അംഗീകരിക്കുന്നതിന് മുന്നേ തന്നെ വേണ്ട നിർദ്ദേശങ്ങൾ. നമ്മുടെ സന്ദീപ് മെമ്പർ പറഞ്ഞ പോലെ റോഡുകളുടെ കാര്യമായാലും എന്തായാലും സമയബന്ധിതമായി നടപ്പിലാക്കുമ്പോൾ തന്നെയാണ് അത് പൂർണ്ണമായി പറയാൻ. റോഡുകളുടെ അവസ്ഥയൊക്കെ ജനങ്ങളിൽ നിന്ന് വരുന്ന വികാരങ്ങൾ അങ്ങനെയാണ്. റോഡുകളുടെ അവസ്ഥയാണ് ഭയങ്കര മോശമായി കിടക്കുന്നത്. അത് സമയബന്ധിതമായി പൂർത്തിയാക്കിയാൽ മാത്രമാണ് നമുക്ക് ബഡ്ജറ്റ് അവതരിപ്പിച്ചാലും അതിനൊരു വ്യക്തത വരണമെങ്കിൽ അതിൻ്റെ സമയബന്ധിതമായ പ്രവൃത്തികൾ നടപ്പിലാക്കണമെന്ന അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ആ വാർഡിലെ ഈ നമ്മുടെ സുഹൃത്തായ കൃഷ്ണൻകുട്ടി രണ്ടാമത്തെ ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഈ അവതരിപ്പിച്ച സംഗതി നടപ്പാക്കാൻ കൂടിയുള്ള ഒരു ബാധ്യത നമുക്ക് നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിക്കുണ്ട്. ഞാനത് പറയാൻ കാരണം ഒരു 81 വീടുകളുണ്ട്. ഒരു വർഷം കിട്ടുന്നത് 2 റിപ്പയറിംഗ് കിട്ടും, പിന്നെ 10 കോഴി കിട്ടും, അത് 50 കോഴി കിട്ടും. ഇത് മാത്രമല്ല ഒരു വാർഡിലേക്കുള്ള തിരിച്ചറിയപ്പെടുന്നത്. നമ്മുടെ റോഡിലെ സ്ഥിതികൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഈ ആദ്യത്തെ ബഡ്ജറ്റ് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ കോഴിയുടെ സംസാരമില്ല. കോഴിയെ സംബന്ധിച്ച് എല്ലാവരും ഒറ്റൊരുമിച്ച് ഒരുപോലെ പ്രവർത്തിച്ച് ഇങ്ങനെ ഒരു ഭരണസമിതി കിട്ടില്ല എന്ന് തോന്നുന്നത്. നമ്മൾ ഒറ്റൊരുമിച്ച് ആ കോഴിയുടെ കാലത്ത് പ്രവർത്തിച്ച ഒരു പ്രവർത്തനം, അതായത് സാമൂഹ്യ സേവനം മാത്രം എല്ലാ വാർഡിലും ഓരോ പേര് നടക്കുന്നുള്ളൂ. അല്ലാത്ത എല്ലാം നടക്കുന്നില്ല. ഏറ്റവും വലിയ തെളിവാണ് എന്റെ കഴിഞ്ഞ സമയത്ത് 10 വാർഡിലായിട്ട് എന്നിലേൽപ്പിക്കപ്പെട്ട കടമയും ഉത്തരവാദിത്വവും ഞാൻ നിറവേറ്റാതെ പിന്നെ അതെല്ലാം ഭരണസമിതിയുടെ തലയിലാണ് എന്ന് പറയുന്നതിൽ എന്താണ് ന്യായം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ 16 വാർഡുകളുണ്ട്. 16 വാർഡുകളിൽ നിന്ന് ജനപ്രതിനിധികളുണ്ട്. അങ്ങനെ അല്ലാതെ ഒരാൾ മാത്രമാണ് ചെയ്യേണ്ടതെങ്കിൽ ആ ഒരാളെ മാത്രം തെരഞ്ഞെടുത്താൽ മതിയോ? പിന്നെ പട്ടികജാതി സമൂഹത്തിന് ഒന്നും കിട്ടിയില്ല എന്നുള്ളൊരു ആശയത്തോടെ കണ്ടു. ലൈഫ് ലിസ്റ്റിലുള്ള മുഴുവൻ പട്ടികജാതി വിഭാഗക്കാർക്കും ഫണ്ട് അനുവദിക്കപ്പെട്ട് അത് അർഹതയുള്ള മുഴുവൻ ആളുകളും എഗ്രിമെന്റ് വെച്ച് ഭവന നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ്. ഇപ്പോഴും ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിലേക്ക് SC വിഭാഗക്കാർക്കും മുഴുവൻ ആൾക്കാർക്കും ഫണ്ട് റെഡിയാണ്. ഒരു പൈസ ഇവിടെ കുറവില്ല. സംസ്ഥാനാവിഷ്കൃത പദ്ധതി എന്നുള്ള രീതിയിൽ തന്നെ സംസ്ഥാന ഫണ്ടും നമുക്കിപ്പോൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഏത് ലൈഫ് ലിസ്റ്റിൽപ്പെട്ട ആൾക്കാണ് നമ്മൾ എഗ്രിമെന്റ് വെക്കാത്ത ഇതുള്ളത്, ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയ പട്ടികജാതി വിഭാഗക്കാരുള്ളത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അത് സംസ്ഥാന സർക്കാർ തന്നെ അതിനാവശ്യമായുള്ള ഫണ്ട് അനുവദിക്കുന്നുണ്ട്. CCV ന്യൂസ്, പാഞ്ഞാൾ.